എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കാണുന്നത് സുധി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് സുധിയുടെ ഫ്രണ്ട് വരുവാണ്. അപ്പൊ ആ ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് സുധിക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. സുധി പെട്ടെന്ന് മാറി നിൽക്കുകയാണ്. എന്റെ ഭഗവാനെ, ഇവൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ള രീതിയിൽ. കാരണം മറ്റൊന്നുമല്ല, സുധി നേരത്തെ പാർക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ജോലിയും കൂലിയും ഇല്ലാതെ അവിടെ പോയിരുന്ന സമയത്ത് പരിചയപ്പെട്ട ഫ്രണ്ടാ. അയാളുടെ കയ്യിൽ നിന്ന് കുറെ പണമൊക്കെ വാങ്ങിയിട്ടുണ്ട് ശ്രുതിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. തനിക്ക് ഷോറൂമിൽ നിന്ന് കിട്ടിയ പൈസയാണ് ശമ്പളമാണെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസ മേടിച്ചാണ് ശ്രുതിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തോണ്ടിരുന്നത്. ദൈവമേ, ഇനിയിപ്പോ ഇയാൾ ഇങ്ങോട്ട് വന്നു, ഇയാൾക്ക് ഇപ്പൊ കൊടുക്കാൻ പൈസയില്ല, തന്നെ കണ്ടാൽ പിടിച്ചത് തന്നെ. അങ്ങനെ മാറി നിൽക്കുകയാണ്. പക്ഷേങ്കിൽ അയാള് ശ്രുതിയെ കണ്ടു. ശ്രുതി അങ്ങോട്ട് മാറി നിൽക്കുന്നത് കണ്ടു. ഒരു നിമിഷം അയാൾ അങ്ങോട്ട് വരുവാണ്. ശ്രുതി ഒരു തൂണിന് മറിഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് അയാൾ അങ്ങോട്ട് വന്നിട്ട് ശ്രുതിനെ വിളിക്കുകയാണ്. ശ്രുതി പെട്ടെന്ന് ശബ്ദമൊക്കെ മാറ്റി സംസാരിക്കുകയാണ്. ശ്രുതിയുടെ വിചാരം എന്താ, തന്നെ അയാൾ കണ്ടിട്ടില്ല, അയാൾ അങ്ങോട്ട് മാറിപ്പോയെന്ന് ഓർത്തണ്ട. പക്ഷേങ്കിൽ ശ്രുതിയുടെ കള്ളത്തരം കയ്യോടെ പിടികൂടി. പെട്ടെന്ന് ശ്രുതിയോട്, ഞാൻ ബ്രോ നിങ്ങളോ? അയ്യോ ഞാൻ കണ്ടില്ലായിരുന്നു പറയണ. അതെ ഞാൻ കണ്ടായിരുന്നു. അല്ല എന്തായിരുന്നു, ഇത്ര നാളായിട്ട് കാണുന്നില്ലായിരുന്നല്ലോ എന്ന് പറയാ. അത് പിന്നെ ഞാനിവിടെ ഈ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് കയറിയായിരുന്നു പറയാം. ഓ ആണോ, എന്നിട്ട് എന്താ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്തെ? ശ്രുതിയുടെ ഫോണിന് വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. ഇല്ല, ഒരു കുഴപ്പമില്ല. പിന്നെന്താ, ഞാൻ കുറെ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നെ റേഞ്ച് ഇല്ലാത്തോണ്ടാ ബ്രോ എന്ന് പറയണ. റേഞ്ച് ഇല്ലായിരുന്നോ? രാത്രി 1 മണിക്കും റേഞ്ച് ഇല്ലെന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ, അതെ വേലത്തരം എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞോണ്ട് അയാളെ കസേരയിലേക്ക് ഇരിക്കുവാണ്. പിന്നീട് സുധിയോട് പറഞ്ഞു, അല്ല ഇതുവരെ ആയിട്ടും പലിശ തന്നിട്ടില്ല, മുതലും തന്നിട്ടില്ല, എന്താ സുധി എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്രോ, എനിക്ക് ജോലി ഇപ്പൊ ഈയിടെ കിട്ടിയതേ ഉള്ളൂ, ശമ്പളമൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാന്ന് പറയണേ. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ലോ. ഞാൻ പൈസ ഇടുന്ന സമയത്ത് ഒരു കാര്യം സുധിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തരാനുള്ള പണം കിട്ടിയില്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ പലിശ കിട്ടണം എന്നുള്ള കാര്യം. ഇപ്പം പലിശ ഇല്ല, മുതലും ഇല്ലാത്തൊരവസ്ഥയാ. ഇത് കേട്ടത് സുധി പറഞ്ഞു, ഒരു കുറച്ച് ദിവസം കൂടെ താ, എനിക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ പലിശ എത്തിക്കാന്ന് പറയണം. ഓ അങ്ങനെയാണോ, ഒരു കാര്യം ചെയ്യാം, ഇപ്പോഴേ ഇവിടെ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ സുധി പറഞ്ഞു, ബിരിയാണി ഉണ്ട്. ബിരിയാണി എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, അങ്ങനെയൊക്കെ പറയണം. ഒരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള എല്ലാ വിഭവങ്ങളും കൂട്ടി ഓരോ കൂട്ടം കൊണ്ട് എടുക്കാൻ പറയണം. ഇത് കേട്ടത് സുധി ചോദിച്ചു, ഇവിടെ ഉള്ള എല്ലാ വിഭവങ്ങളും അതെന്താ എടുക്കാൻ വല്ല മടിയുണ്ടോന്ന് ചോദിക്കും. ഇല്ല, ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ എല്ലാ കൂട്ടം അങ്ങോട്ട് കുറേശ്ശെ കൊണ്ട് ഇങ്ങനെ ടേബിളെ നിരത്തി വെക്കുവാണ്. അയാൾ എല്ലാത്തിലേക്കും നോക്കി. സുധി ഇങ്ങനെ നോക്കിയിരുന്ന കഴിയുമ്പത്തിനും അയാള് കൂട്ടുകാരൻ ഓരോ പ്ലേറ്റ് എടുത്ത് കഴിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങി. ഓരോ പ്ലേറ്റ് മാറി മാറി അവസാനം ഫുള്ള് അങ്ങോട്ട് തീർത്തു. സുധി കണ്ണു പിഴിഞ്ഞിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വയറൊക്കെ നിറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അയാൾ എഴുന്നേറ്റ് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് സുധിയോട് പറഞ്ഞു, അതെ ഇപ്പൊ ഇവിടെ തന്നേക്കൂട്ട് എല്ലാം ഓരോന്ന് പാഴ്സൽ ആയിക്കോളാൻ പറയണേ. പാഴ്സൽ അതെന്താ ബ്രോ? അതെന്റെ വീട്ടിൽ എന്റെ ഭാര്യയ്ക്കും ഉണ്ടാക്കി കൊടുക്കാനാ, ഞാൻ മാത്രം കഴിച്ചാൽ പോരല്ലോ, എന്റെ ഭാര്യയും കൂടെ കഴിക്കേണ്ടത് നിൽക്കും. ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ സുധി എന്ത് ചെയ്യുകയാണ്, എല്ലാം പാഴ്സലാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പിന്നീട് അയാൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു, ഇന്നാ ബ്രോ എന്ന് പറയണം. ഓ ടിഷ്യൂ ആണോ കൈ തുടയ്ക്കാനായിട്ട്? എനിക്ക് വേണ്ടെന്ന് പറയണം. അയ്യോ ടിഷ്യൂ അല്ല ബ്രോ, ഇത് ബില്ലാന്ന് പറയണം. ബില്ലോ? എത്ര രൂപയായി? 1620 രൂപ. 1620 രൂപയോ? ആഹാ കൊള്ളാലോ, ഒരു കാര്യം ചെയ്യ, ഇത് നീ തന്നെ അങ്ങോട്ട് വെച്ചോളാൻ പറയണം. അയ്യോ ബ്രോ എനിക്കിതിന്റെ ആവശ്യമില്ല, ബ്രോ ബില്ല് പേ ചെയ്തിട്ട് പോകാൻ പറയണം. അതെ എനിക്കിതിലായിട്ടും പൈസ തന്നിട്ടില്ലല്ലോ, അറിയാലോ. പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോ തവണ ഓരോ വരവും ഇങ്ങോട്ട് വരും, അറിയാലോ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നീ ആയിരിക്കും ബില്ല് പേ ചെയ്യേണ്ട ആള്. ഇന്നത്തെ ബില്ല് നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ മുതലാളിയോട് പറഞ്ഞേരെ എന്ന് പറയാണ്. അയ്യോ ബ്രോ അങ്ങനെ പറയരുത്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധിയുടെ കയ്യിൽ നിന്ന് ആ കവറും മേടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഓണർ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ബില്ല് തരാതെ പോവാണെന്ന് ചോദിക്കും. എന്റെ ഫ്രണ്ടായി നിൽക്കുന്നത്, ഫ്രണ്ട് പണം തന്നോളൂ എന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് മുതലാളി അങ്ങോട്ട് വരുവാണ്. എന്താ സുധി ഇത്, എന്താ കാര്യം ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ ബില്ല് എന്ത് ചെയ്യാൻ നോക്കട്ടെ എന്ന് പറയണം. 1620 രൂപ. അല്ല അത് പിന്നെ സാറ്, അതെ ഈ ബില്ലിന്റെ പൈസ സുധിയുടെ ശമ്പളത്തിൽ നിന്നാണെന്ന് ചോദിക്കും. അത് സാർ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ഇത് ശരിയാവത്തില്ല കേട്ടോ സുധി, ഞാനിവിടെ സുധി ജോലിക്ക് വന്നപ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഫുഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെങ്കിൽ അതിന്റെ ബില്ല് അവരോട് പേ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ സുധി പണം തരണം. അല്ലാതെ സുധിയുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യുന്ന അതൊന്നും നടക്കുന്ന കാര്യമല്ല, അതൊന്നും നടപ്പാകത്തില്ല. ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയാം. അവസാനം സുധി പറഞ്ഞു, ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്ക് സാറേ, ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് രവീന്ദ്രൻ ശരത്തിനെ പോയി കണ്ടിട്ട് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുവാണ്. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു,
അല്ല, നിങ്ങൾ ആ വീട്ടിൽ പോയിട്ട് അവർക്ക് പൈസ കൊടുത്തോന്ന് ചോദിക്കും. എന്തിന്? ഓ, ശരത്തിന്റെ കൈയൊക്കെ ഒടിഞ്ഞിരിക്കുമല്ലേ, അപ്പൊ നിങ്ങൾ സിമ്പതി ചോദിച്ച് കൊടുത്തോ അല്ലെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അതിന്റെ കാര്യമൊന്നുമില്ലായിരുന്നു, കൊടുത്തിട്ട് അവർ വാങ്ങിയൊന്നുമില്ല, അവരത്രക്കാരല്ലെന്ന് പറയാ. പിന്നെ വലിയ പുണ്യവാളും പുണ്യവതികളല്ലേ അവിടെ ഉള്ളതല്ല. ദേ, അവൾ കയ്യിലിരിക്കുന്ന പൈസ മൊത്തം ആ വീട്ടുകാർ കൊണ്ടേ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നാ ഉണ്ടല്ലോ. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തറിഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവര് നല്ല അഭിമാനികളാ, അവരങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും മേടിക്കത്തില്ലെന്ന് പറയാ. അഭിമാനികളാണ് പോലും, എന്നെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു. രേവതിയോട് രവീന്ദ്രൻ മോള് ഇപ്പോഴിങ്ങോട്ട് പോന്നോ? ഇപ്പൊ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, കുറെ സമയോട് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് പറയാ. അത് സാരമില്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല. അതെ, അമ്മ എന്തേലും അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അമ്മയുടെ അപ്പോഴത്തെ ആ ദേഷ്യം കൊണ്ട് അമ്മ പറഞ്ഞു പോയതാന്ന് പറയാ. ഇത് കേട്ടും ചന്ദ്രമതി ചോദിച്ചു, എന്താ രവിയേട്ടനെ, ആ ലക്ഷ്മി എന്തേലും പറഞ്ഞോന്ന് ചോദിക്കും. ഒന്നുമില്ല. സത്യം പറ രവിയേട്ടാ, അവൾ എന്തേലും പറഞ്ഞോ? അതെങ്ങനെയാ, ഇവളുടെ വീട്ടിലേക്കല്ല ചെന്നേ? അല്ല, ഇവളുടെ ആങ്ങളുടെ കൈ തല്ലി ഓടിച്ച ആരാ? ഈ പറയുന്ന സച്ചിയല്ലേ? അതിനെന്തിനാ വെറുതെ എന്റെ രവിയേട്ടനെ വഴക്ക് പറയുന്നേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മനസ്സിലിപ്പോ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. എന്റെ രവിയേട്ടനെ ചീത്ത പറഞ്ഞാണ്ടല്ലോ, ആ വീട്ടിൽ കയറി വന്ന് നിന്റെ അമ്മനെ ഞാൻ ചീത്ത പറയും. ഈ ചന്ദ്രമതിയുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ എന്നും പറഞ്ഞ് ചന്ദ്രമതി ചൂടാവുകയാണ്. ഇത് കേട്ടത് രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയണേ? നീ എന്തറിഞ്ഞിട്ടായി പറയണേ? ഒന്നും മിണ്ടായിരിക്കുന്നുണ്ട് അവിടെ എന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞ രവിയേട്ടൻ ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് എനിക്ക് ഇത്തിരി മനസ്സമാധാനം തരുമോ? അതേ വേണ്ടേ, ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കാം. അവസാനം ചന്ദ്രമതി ചാടി കുലിക്കാൻ കൂടെ പോവാണ്. രേവതി പറഞ്ഞു, അച്ഛാ ഞാന് വേണ്ട മോളെ, കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന്. മോള് സങ്കടപ്പെടണ്ട കേട്ടോ. സച്ചിയുടെ കാര്യം അറിയാലോ, സച്ചി എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയില്ലാത്തേ. അവൻ ഇതുവരെയായിട്ടും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവന്റെ കൈ ഒടിക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചിട്ട് അവനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാ. ഒരു കാരണമില്ലാതെ സച്ചി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോള് കയറിപ്പോക്ക്, ധൈര്യമായിട്ട് പൊക്കോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അമ്മൻ വരുമ്പോൾ അവനോട് ഒന്നുകൂടെ ചോദിക്കട്ടെ, കാരണം എന്താന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറയാം. പിന്നീട് രേവതി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്താണ് സച്ചി വരുന്നത്. സച്ചി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയതും രവീന്ദ്രൻ വിളിച്ചു, അവിടെ നിന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാം. എന്താ അച്ഛാ, എന്താ കാര്യം എന്താ? അല്ല, നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ശരത്തിനെ കാണാൻ പോണം, അവനെ പോയി കണ്ട് സോറി പറയണമെന്നൊക്കെ. എന്നിട്ട് നീ എന്താ അങ്ങോട്ട് പോവാതിരുന്നേ? അത് പിന്നെ അച്ഛാ, എനിക്ക് പോവാൻ തോന്നിയില്ല. ഓഹോ, അപ്പൊ നിനക്ക് പോവാൻ തോന്നിയില്ലല്ലേ? അതെന്താടാ അങ്ങനെ? അത് പിന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. നീ തെറ്റ് ചെയ്തിട്ടില്ലേ? എന്നിട്ടാണോ നീ ആ ശരത്തിന്റെ കൈ ഒടിച്ചു വിട്ടെ? അത് പിന്നെ അവന് കാര്യം എന്താന്ന് പറയടാ. അച്ഛാ, അച്ഛനല്ലേ എന്നെ പഠിപ്പിച്ചേ, തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്ന് നമ്മൾ പ്രതികരിക്കണമെന്നുള്ളേ. അതുകൊണ്ട് ഞാൻ തെറ്റ് കണ്ടപ്പോ പ്രതികരിച്ചു, അത്ര മാത്രമുള്ളെന്ന് പറയാണ്. എടാ, അതിന് മാത്രം അവൻ എന്താ തെറ്റ് ചെയ്തേന്ന് ചോദിക്കാം. അത് പിന്നെ ഉണ്ടല്ലോ, അവൻ കാണിച്ച പരിപാടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പോലും പൊറുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ രേവതി ആ വാതിലിന്റെ അവിടെ നിൽക്കുന്ന കണ്ടു. അപ്പോഴേക്കും പിന്നെ സച്ചി ഒന്നും മിണ്ടിയില്ല. സച്ചിക്ക് മനസ്സിലായി രേവതി കേട്ട രേവതിയുടെ മനസ്സ് ഒത്തിരി വേദനിക്കും. ഇപ്പൊ തന്നോടുള്ള ദേഷ്യമുള്ളൂ. ഒരു പക്ഷേങ്കില് ശരത്ത് ചെയ്ത പ്രവൃത്തി അറിഞ്ഞാല് അവൾക്ക് ദേഷ്യമായിരിക്കും വീട്ടുകാരുടെ മൊത്തം. പിന്നെ ശരത്തിനെ എന്താ ചെയ്യാൻ പോകുന്ന പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നോടുള്ള ദേഷ്യം ഇവിടെ കിടക്കട്ടെ, ഒരു കാരണവശാലും ശരത്തിനെ കുറിച്ച് പറയണ്ട. പെട്ടെന്ന് പറയാമെന്ന കാര്യം സച്ചി വിഴുങ്ങുവാണ്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, നീ കാര്യം എന്താന്ന് വെച്ചാൽ പറയടേ. ഒന്നുമില്ലച്ചാ, ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറയാ. ഇനിയിപ്പൊ ഞാൻ ആരെയും തല്ലാനും പിടിക്കാനും ഒന്നും പോകുന്നില്ലെന്ന് പറയാ. എന്നാലും നീ കാര്യം പറയത്തില്ല അല്ലേന്ന് ചോദിക്കുക. അതൊന്നും ആരിപ്പോ തൽക്കാലത്തേക്ക് അറിയേണ്ട കാര്യമല്ലച്ചാ. ഇനി അച്ഛൻ പറയുന്ന പോലെ അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. അല്ലെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചെന്ന് ഓർത്തോണ്ട് ഞാൻ എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യത്തിൽ ചെന്ന് തലയിടുന്നേ? എന്നിട്ടോ എനിക്ക് പ്രഷർ കൂട്ടി ഞാൻ നടക്കാനല്ലേ? ഞാൻ ഇനി ആരുടെ ഒരു കാര്യത്തിലും തലയിടുന്നില്ലെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോനെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഈ പറയണേ. അതുകൊണ്ട് ഇനിയെങ്കിൽ നീ ഇങ്ങനെ വയ്യാവേലി കേസുകളൊന്നും പോയി ചാടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മകനെ ഉപദേശിച്ച് അങ്ങോട്ട് വിടുവാണ്. സച്ചി മുറിയിലേക്ക് കയറി പോവാ. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു. രേവതിയോട് രവീന്ദ്രൻ പറഞ്ഞു, അവന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് മോളെ, അവനിത് പറയാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഒരു കാരണമില്ലാതെ അവൻ ഒരു കാരണവശാലും ശരത്തിനെ തല്ലില്ല. എന്താണെന്നറിയത്തില്ല, പക്ഷെ എന്തോ ഒന്നും അവന്റെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട്, അതുകൊണ്ടാന്ന് പറയാണ്. രേവതി പറഞ്ഞു, എന്ത് കാര്യം? സച്ചിയുടെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാന്ന് സച്ചിയുടെ ചെയ്ത കാര്യമാ. അതിനിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലച്ചാ, എന്റെ വിധി അല്ലാതെ എന്താ എന്നും പറഞ്ഞ് രേവതി അങ്ങോട്ടേക്ക് പോവാണ്. രേവതിക്ക് നല്ല സങ്കടം വന്നു. താൻ ഇത്രയൊക്കെ സച്ചിയാനെ സ്നേഹിച്ചിട്ടും തന്റെ അനിയന്റെ കൈ ഒടിച്ചല്ലോ എന്നൊരു ചിന്തയൊക്കെ വന്നപ്പോൾ കരച്ചിൽ വന്നു. അന്നെങ്കിൽ ഒരു സോറി പോലും തന്നോട് ഇതിനായിട്ടും പറഞ്ഞിട്ടില്ല. ഒരു സോറി എങ്കിലും പറയുമായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പം കുറെ ലേറ്റ് ആയിട്ടാണ് ശ്രുതി റെസ്റ്റോറൻറ്റിലേക്ക് വീട്ടിൽ നിന്ന് വരുന്നത്. വന്നു കഴിഞ്ഞപ്പം ശ്രുതി പോയി കഥക് തുറന്നു കൊടുത്തു. എന്താ ശ്രുതി, എന്താ എത്ര ലേറ്റ് ആയെന്ന് ചോദിക്കാം. അത് പിന്നെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു പറയാം. ഇത്ര ലേറ്റ് ആയിട്ടോ? സാധാരണ ഇവിടെ സച്ചിയായിരുന്നു താമസിച്ച് വന്നുകൊണ്ടിരുന്നേ. ശ്രുതി നേരത്തെ 7 മണിയാകുമ്പോൾ വന്നോണ്ടിരുന്നല്ലേ, ഇപ്പൊ എന്താ ഇത്ര ലേറ്റ് ആയിട്ട്? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമേഴ്സിന്റെ കാര്യം, അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വേണ്ടേ വരാനായിട്ട്. അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിയണ്ടേന്ന് ചോദിക്കുക. ഫുഡ് കഴിച്ച് കഴിയണ്ടേന്നോ?
എന്തായി പറയണേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയ്യോ, അത് ഞാൻ പറഞ്ഞ് മാറിപ്പോയതാ എന്ന് പറയാ. ആ അങ്ങനെ. അതെ സുധി, നീ ഒരു കാര്യം പറയാം. ഇനി ഈ ജോലി നിനക്ക് കഷ്ടപ്പാടാണെങ്കിൽ ഈ ജോലി വേണ്ട, വേറെ എവിടെയും നല്ല ജോലിയൊന്നും കണ്ടെത്താൻ പറയാം. അതിന് വേറെ എവിടെയും ജോലി കിട്ടണ്ടേ? പിന്നെ എന്ത് ചെയ്യാനാന്ന് ചോദിക്കും. അത് കിട്ടും, നീ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, എവിടെയായാലും നിനക്ക് നല്ലൊരു ജോലി കിട്ടും. അതുവരെ നീ ജോലിക്കകത്ത് പിടിച്ചു നിന്നാൽ മതി എന്ന് പറയാണ്. പിന്നീട് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ എവിടുന്ന് ഒരു ബാഡ് സ്മെല്ല് വരുന്നു. ഇതെന്താ ഒരു സ്മാഡ് സ്മെല്ല് വരുന്നത്? എന്തിന്റെ സ്മെല്ല് എന്താണെന്ന് അറിയത്തില്ല, വേറൊരു സ്മെല്ല് വരുന്നുണ്ട്. ഓ, അതോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ. പെട്ടെന്ന് സുധിയുടെ ഷർട്ട് എടുത്ത് മണത്ത് നോക്കുകയാണ്. ഇതിനകത്ത് എന്താ സാമ്പാറിന്റെ തൈരിന്റെ ഒക്കെ ഒരു മണം വരുന്ന ഈ ഡ്രസ്സാണ്. എനിക്കറിയില്ലോ. അത് ചിലപ്പോൾ വല്ല പെർഫ്യൂമിന് ഇങ്ങനെയാണോ മണം സുധീന്ന് ചോദിക്കാം. എന്നാ എനിക്കറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോറിക്ഷയിലൊക്കെ പോണതല്ലേ, അപ്പൊ ചിലപ്പോൾ ആരുടെയും അടുത്തിരുന്നപ്പോഴെങ്ങാനും ആണോന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒത്തിരി കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതല്ലെന്ന് ചോദിക്കും ഓഫീസിൽ. ഓ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ശ്രുതി ഒരു മണ്ടി ആയതുകൊണ്ട് ശ്രുതി അത് വിശ്വസിക്കുകയും ചെയ്തു. ശ്രുതി പിന്നെ കൂടുതലൊന്നും പറയാനായിട്ടും പോയില്ല. ശ്രുതിക്കറിയാം ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളത് ചകഞ്ഞ് ഓരോ സത്യങ്ങളെ കണ്ടുപിടിക്കും. താൻ റെസ്റ്റോറൻറ്റിലെ ഒരു ഓർഡർ എടുക്കാൻ നിൽക്കുക എന്നുള്ള കാര്യം ഇവൾക്ക് അറിയത്തില്ലോ. ഇവളുടെ വിചാരം താൻ ഏതോ കമ്പനി ജോലിക്ക് പോകുന്ന ഓർത്തിട്ടാ. എന്താണല്ലോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ കാർ ഷെഡി എല്ലാവരും കൂടുവാണ്. അങ്ങനെ കാർ ഷെഡി കൂടുന്ന സമയത്ത് മഹേഷ് പറഞ്ഞു, അതെ ഇതുവരെയായിട്ട് സച്ചിനെ കണ്ടില്ലോ. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, സച്ചേട്ടൻ നമ്മളോടൊക്കെ പിണങ്ങി കാണുമായിരിക്കും, നമ്മളങ്ങനെ ഒരിക്കലും സച്ചേട്ടനോട് പറയാൻ പാടില്ലായിരുന്നു. ആ കാറ് നമുക്ക് വേണ്ടിയല്ല സച്ചേട്ടൻ വിറ്റത്, പാവം എത്രമാത്രം മനസ്സ് വേദനിച്ചിട്ടുണ്ടായിരിക്കും. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, അത് ശരിയാ, നമ്മുടെയൊക്കെ കടം വീട്ടാൻ വേണ്ടിയിട്ടാ ആ ആന്റണിക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് സച്ചേട്ടൻ കാറ് വിറ്റത്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ സച്ചേട്ടനെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് എങ്ങനെയാലും സച്ചേട്ടൻ്റെ വണ്ടി തിരിച്ചെടുത്ത് കൊടുക്കണമെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വന്ന് നിൽക്കുന്നേ. ഇതാരപ്പം ഇങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്ക് വരുന്നേ എന്നോർത്തുകൊണ്ട് അവർ നോക്കിക്കഴിയുമ്പോഴത്തേന് സച്ചി ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. സച്ചിനെ കണ്ട് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. സച്ചി നീയോ? നീ ഇപ്പൊ എന്താ ഓട്ടോ എടുത്തോന്നൊക്കെ വെച്ചിട്ട് മഹേഷ് ഓടി വരികയാണ്. ബാക്കി ഉള്ളൊരു പുറകെ വന്നു. ഇതെന്താ സച്ചി ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ്. അതിപ്പം ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും നല്ല ഇതാ ഒരു ഓട്ടോറിക്ഷ അങ്ങ് എടുത്തെന്ന് പറയാണ്. ഓട്ടോറിക്ഷയോ? അപ്പൊ നിനക്ക് കാറോ? കാർ ഇനിയിപ്പം എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു ഉപജീവനമാർഗം കണ്ടെത്തണ്ടേ. ഇതാകുമ്പോൾ ആരുടെ മുന്നിൽ പോയി കൈ നീട്ടണ്ട. ഒരു ജോലിയുണ്ടോ എന്ന്. അതുകൊണ്ട് ഞാൻ ഈ ഓട്ടോ അങ്ങ് എടുത്തെന്ന് പറയാം. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, നിന്നെ സമ്മതിക്കണം സച്ചി, ജോലിയില്ലെന്ന് കരുതി വീട്ടിൽ കുത്തിരിക്കുകയല്ല ചെയ്യുന്നേ, എങ്ങനെ കുടുംബം പുലർത്താനായിട്ട് നോക്കുമല്ലേ ചെയ്യുന്നേ. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, അത് ശരിയാ, വേറെ നിവൃത്തിയില്ലാതെ വന്നാൽ എന്ത് ചെയ്യും? എപ്പോഴും കാർ തന്നെ ഓടിക്കണം നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിന് തന്നെയല്ല കാറിനേക്കാളും കൂടുതൽ ഓട്ടോ കിട്ടും. ഓട്ടോറിക്ഷയ്ക്ക് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പിടിച്ചൊന്ന് പോകാൻ പറ്റും എന്നൊക്കെ പറയണം. ഇത് കേട്ടത് മഹേഷിന്റെ കണ്ണ് നിറഞ്ഞു. മഹേഷ് ഓടി വന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. ഇത് കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം അന്നന്ന് നടക്കുന്ന വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ചിലർക്ക് സംശയം തോന്നും ഇത് എപ്പോഴത്തെ വിശേഷമാണ്, ഇനി ഇതിപ്പോ വരാൻ പോകുന്ന വിശേഷമോ, ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പറയുന്നുണ്ട്, അത് കണ്ടിന്യൂസ്ലി അങ്ങനെ പറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.